അതുപോലെ പല വ്യാജ വാർത്തകളും ആരോ പറഞ്ഞിട്ടു സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇന്നാളെയാണ് പിന്താങ്ങുന്നത്, ഇന്നാളെ. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആ ജയിച്ചു പോയ UDFന്റെ ആ MLA-മാരൊക്കെ ഇതിന് അർഹരാണ്. സ്വാഭാവികമായിട്ട് വലിയ കക്ഷിന്റെ നേതാക്കന്മാരായിരിക്കും മുഖ്യമന്ത്രിയായി വരിക. അത് ആര് വന്നാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിലൊരു എതിർപ്പില്ല. ആര് വന്നാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ആവശ്യമുള്ള സംഗതികൾ അവരെ മുന്നേ നമ്മൾ ബോധിപ്പിക്കും. അത് നമുക്ക് സാധിപ്പിച്ചു തരണം. അത് സാധിപ്പിച്ചു തരണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അത്രേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് പല ചാനലുകളും ഈ ചാനലുകൾക്കൊക്കെ എവിടുന്നാണ് ഈ വാർത്ത ഇടുന്നുള്ളതാ. ഞാനൊന്നും മിണ്ടിയിട്ടില്ല. പിന്നെ സമസ്തന്റെ പേരിൽ വേറെ ആരെങ്കിലും പറഞ്ഞിരിക്കണമെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ പലരും അങ്ങനെ ഉണ്ടല്ലോ, എല്ലാവർക്കും അങ്ങനെ സമസ്ത എന്നുള്ള പേരിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിൽ ഇടപെടുന്ന പ്രശ്നം തന്നെ ഇല്ലല്ലോ. അതിന് വേണ്ട ആളുകൾ കോൺഗ്രസ് എന്നതൊരു വലിയ സംഘടനയാണ്, വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിനൊരു ഹൈക്കമാൻഡ് ഉണ്ട്. അത് ആരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത്,